80 വയസ്സ് വരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. പഴയ കാലഘട്ടത്തിൽ കുട്ടികളില്ലാത്തവരെ വളരെ മോശമായിട്ടാണ് പറയുക. അവർക്ക് സന്താനഭാഗ്യം ഇല്ലാത്തവരാണ് അവർ, അങ്ങനെ അത് നശിച്ച ജന്മം എന്നാണ് പറയുക. അങ്ങനെയുള്ളൊരു ജന്മമായിട്ട് കിടന്നവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ 80-ആം വയസ്സിൽ പ്രഗ്നൻ്റ് ആവുക. അങ്ങനെ 80-ആം വയസ്സിൽ ഒരു കുട്ടിക്ക് ജന്മം നിൽക്കുക. അത് വേറൊരു രൂപത്തിലല്ല, ദൈവികമായ ഒരു ശക്തിയിൽ കൂടെ. അപ്പോൾ ഈ സംഭവം സക്രിയ ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ്. പ്രാർത്ഥനയിൽ സക്രിയയ്ക്ക് ദൈവം പറയും, ഇങ്ങനെ നിങ്ങൾക്കൊരു കുഞ്ഞ് വരും എന്ന് പറയും. പുള്ളി കളിയാക്കും. 80 വയസ്സായി, ഇനി എന്ത് കുഞ്ഞ് വരും? അന്ന് തൊട്ട് പുള്ളി മിണ്ടാതാവുകയാണ്, ഊമയായി പോവുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തോ ഒരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ ഗർഭിണിയാണെന്നറിയുമ്പോൾ സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം 80 വയസ്സിൽ ഗർഭിണി ആയതുകൊണ്ട് വീട്ടുകാരുടെ പരിഹാസം, നാട്ടുകാരുടെ പരിഹാസം, ഇതെല്ലാം കേട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണ്. അതായത് സ്നാപക യോഹന്നാൻ എന്ന് കേട്ടില്ല, അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമാണ് എനിക്ക്.